നമസ്കാരം, MT ന്യൂസിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ സാധാരണ ഒരു ദിവസമാകേണ്ടിയിരുന്ന ഇന്ന്, ചിലപ്പോൾ ആശുപത്രിയിലോ അല്ലെങ്കിൽ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിലോ ആകേണ്ടിയിരുന്ന ഇന്ന്, കിടപ്പ് രോഗികൾക്കായി അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസം സമ്മാനിച്ചിരിക്കുകയാണ് വേങ്ങര ഗ്രാമപഞ്ചായത്ത്. പരിരക്ഷാ സ്നേഹസംഗമം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയാണ്. കിടപ്പിലായവരെയും പരസഹായം കൂടാതെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയാത്തവരെയും കണ്ടെത്തി സഹായിക്കേണ്ടതും അവർക്ക് ആത്മവിശ്വാസം പകരേണ്ടതും സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ഇക്കാര്യത്തിൽ വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കിടപ്പിലായവരും ചലനശേഷി ഇല്ലാത്തവരുമടക്കം 100-ലധികം പേരും അവരുടെ കുടുംബങ്ങളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. വിവിധ സംഘടനകൾ സൗജന്യമായി വിട്ടുനൽകിയ ആംബുലൻസിന്റെ സേവനമുപയോഗിച്ച് ട്രോമ കെയർ വളണ്ടിയർ ഇവരെ ഓഡിറ്റോറിയത്തിലേക്കും തിരിച്ചും എത്തിക്കുകയായിരുന്നു. സംഗമത്തിന്റെ ഭാഗമായി വേങ്ങര സായം പ്രഭ ഹോം, കുടുംബശ്രീ ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ മാപ്പിളപ്പാട്ട്, ഒപ്പന, കോൽക്കളി, ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. എന്നും എന്റെ ഓർമ്മകളിലോടി വരുന്നൊമ്പരം യാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമരം കലാലയം കൗമാരലോകീജി ഞാൻ കടന്ന നേരം കൈകൊട്ടി അരികി വന്നു നിന്റെ കേളി ഭവനം ഈ കലാലയം എന്റെ ജീവിതാമൃതം ഈ കലാലയം എന്റെ ജീവിതാമൃതം wakil dokter mongene kandua tukai wajah marengan ini itu wonder city
സംഘാടന കാര്യത്തിലും ഭക്ഷണശാലയിലും എല്ലാം ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന നമ്മുടെ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടകയുമായ പ്രസിഡന്റ് നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. ഈ പരിപാടിയുടെ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ചോദിക്കാം. വേങ്ങര ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപയാണ് എല്ലാ വർഷവും നമ്മൾ വെക്കാറ്. എന്താ വെച്ചാൽ കിടപ്പിലായ രോഗികളുടെ അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സിസ്റ്റർമാർ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഒരു വണ്ടി അടക്കം എല്ലാ ദിവസങ്ങളും ഓരോ വീടുകളിൽ കയറി ഇറങ്ങി 240 പേഷ്യൻസ് ഉണ്ട് നമ്മളെ പഞ്ചായത്തിൽ. അപ്പോൾ അവരെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലുള്ള പുറത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിപുലമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത്. അവരുടെ കൂടെ നമുക്ക് ഒരു ദിവസം ഹാപ്പിനെസ് ആയിട്ട് അവർക്ക് മാനസികോല്ലാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതെ, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ്. അതെ, അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ മാതിരി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ പ്രിയങ്കരനായ PK കുഞ്ഞാലി സാഹിബായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പിന്നെ നമ്മുടെ അതിന് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ പരിപാടി പദ്ധതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 20 ലക്ഷം രൂപയാണ് നമ്മൾ പഞ്ചായത്തിന് പകരം. പക്ഷേ സർക്കാരിൻ്റെ നോംസ് അനുസരിച്ച് വെറും 20,000 രൂപ മാത്രമേ ഇതിന് ചെലവഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ഫണ്ടും ഒരു 2 ലക്ഷത്തിലേറെ രൂപ നമുക്ക് ഇതിൽ ചെലവഴിക്കും. അപ്പോൾ എല്ലാം ഈ ഓഡിറ്റോറിയം അടക്കം നമുക്ക് സുമനസ്സുകൾ ഫ്രീ ആയിട്ട് തന്നതാണ്. എന്ന് ഞാൻ പറയാൻ കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നതാണ്. അതിലൊപ്പം ഇവർ പോകുമ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലുള്ള സംഘടനകൾ പ്രത്യേകിച്ച് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നമ്മുടെ വേങ്ങരയിലെ സുമനസ്സുകളുടെ ഒരു സഹായം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചത്. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും SI സുരേഷ് കണ്ണംകുളത്തി മോട്ടിവേഷൻ ക്ലാസിനും നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് TK കുഞ്ഞിമുഹമ്മദ്, ആരിഫ മടപ്പള്ളി, CP ഹസീന ബാനു, കുറുക്കൻ മുഹമ്മദ്, മജീദ് മടപ്പള്ളി, MP ഉണ്ണികൃഷ്ണൻ, CPA ഖാദർ, NT മൈമൂനത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പറമ്പിൽ ഖാദർ, രാധാകൃഷ്ണൻ മാസ്റ്റർ, TV ഇക്ബാൽ, K പുഷ്പാങ്കദൻ, ഡോക്ടർ മുഹമ്മദ് യാസിൻ എന്നിവർ പ്രസംഗിച്ചു. HI ശിവദാസ് V സ്വാഗതവും ചോലക്കൻ റഫീഖ് മൊയ്തീൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് നഴ്സുമാരായ അമ്പിളി, ലിൻസി കുര്യൻ എന്നിവർക്ക് കുഞ്ഞാലിക്കുട്ടി ഉപഹാരവും വിതരണം ചെയ്തു. മനസ്സറിയാതെ സംഗമം ിരുന്ന ഇന്ന് വേങ്ങരയിലെ കിടപ്പ് രോഗികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി സമ്മാനിച്ച വേങ്ങര ഗ്രാമപഞ്ചായത്തിന് MT ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ ഇനിയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ് ആതിര. മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല. യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഈസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററിനേക്കാൾ 10 മടങ്ങ് ആയുസ്സും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല. മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാമെന്നത് മറ്റൊരു പ്രത്യേകതയുമാണ്. ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം
കൂടുതൽ ബലവും നൽകുന്നു. ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ്, നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ്. സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ടപിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കില്ല. കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ, ഓഡിറ്റോറിയം, ആശുപത്രികൾ, ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് 100% അനുയോജ്യമായതാണ് ഈസി വേസ്റ്റ് ഇൻസിനറേറ്ററുകൾ. അയൺ ടെക് സൊല്യൂഷൻസ്, വെങ്ങര, മലപ്പുറം. കോൺടാക്ട് 9947 371 968 9656 371 968.